ഇന്ത്യയെ നന്ദി അറിയിച്ച ഇറാന്റെ പടക്കപ്പലിന് കൊച്ചി തീരത്ത് നങ്കൂരമിടാൻ അവസരം കൊടുത്തതിൽ ഇന്ത്യയെ നന്ദി അറിയിച്ച ഇറാൻ അംബാസിഡർ. ഇന്ത്യ മനുഷ്യത്വപരമായിട്ടുള്ള സമീപനമാണ് ചെയ്തതെന്നും ഒരു കാലത്തും ന്യൂഡൽഹിയുടെ ഈ സഹായത്തെ ഇറാൻ ഭരണകൂടം മറക്കില്ലെന്നും ഇറാൻ അംബാസിഡർ ഇന്ത്യ ഗവൺമെന്റിനെ അറിയിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യൻ തീരത്തേക്കടുത്ത ഇറാൻ പടക്കപ്പൽ ഐറിസ് ഡെനയ്ക്ക് ഇന്ത്യൻ തീരത്ത് പ്രത്യേകിച്ച് കൊച്ചി നാവിക ഷിപ്പ്യാർഡിന് സമീപത്തേക്ക് നങ്കൂരമിടാൻ ഇന്ത്യൻ ഭരണകൂടം അനുമതി നൽകിയത്. 28-ാം തീയതി തന്നെ ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിച്ച് 300ഓളം വരുന്ന നാവികരുമായി എത്തിയ ഈ കപ്പൽ ഇന്ത്യയുടെ സഹായം തേടിയിരുന്നു. ഇതാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അന്ന് തന്നെ ഈ നാവിക പടക്കപ്പലിന് ഇന്ത്യൻ തീരത്തേക്ക് നങ്കൂരമിടാനുള്ള അവസരം ഇന്ത്യൻ സേന നൽകിയതാണ്. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അത്രത്തോളം ഊഷ്മളമായിരുന്നു ഇതുവരെ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാൽ 3-4 ദിവസം കൂടി സമുദ്രത്തിൽ തുടർന്ന ശേഷമാണ് വീണ്ടും ഈ പടക്കപ്പൽ ഇന്ത്യയുടെ സഹായം തേടുന്നത്. അപ്പോൾ തന്നെ കൊച്ചി നാവിക ബേസിലേക്ക് ഈ പടക്കപ്പൽ നങ്കൂരമിടാനുള്ള നിർദ്ദേശം ഇന്ത്യയുടെ നാവികസേന നൽകുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ അവിടെ നങ്കൂരമിടുകയും ചെയ്തു. ഇപ്പോൾ അതിലുണ്ടായിരുന്ന മുഴുവൻ നാവിക സേനാംഗങ്ങൾക്കും, അതിൽ കൂടുതൽ പേരും പരിശീലിക്കുന്നവരാണ്, ഉദ്യോഗാർത്ഥികളാണ് ഒക്കെ തന്നെ. അവർക്ക് ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും ഇപ്പോൾ ഇന്ത്യയുടെ സർക്കാർ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് എസ് ജയശങ്കർ വ്യക്തമാക്കുകയാണ്. ഈ നടപടിക്ക് ശേഷമാണ് ഇന്ത്യക്ക് തങ്ങളുടെ നന്ദി അറിയിച്ചുകൊണ്ട്, ഇന്ത്യയോടുള്ള തങ്ങളുടെ കടപ്പാട് അറിയിച്ചുകൊണ്ട് ഇറാൻ ഭരണകൂടം പ്രതികരിച്ചിരിക്കുന്നത്. ഇറാന്റെ ഇന്ത്യൻ അംബാസിഡർ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിൽ നേരിട്ടെത്തിയാണ് തങ്ങളുടെ നന്ദിയും കടപ്പാടും ഇന്ത്യ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലും ഒരു മനുഷ്യത്വപരമായ സമീപനം സ്വീകരിക്കാൻ ഭാരതം തയ്യാറായിരിക്കുന്നു. ഭാരതത്തിന് വേണമെങ്കിൽ തങ്ങളെ കൈവിടാമായിരുന്നു. അമേരിക്കയെ ഭയന്നുകൊണ്ട് അല്ലെങ്കിൽ അമേരിക്കയുമായുള്ള ബന്ധത്തിൻ്റെ പേരിൽ വേണമെങ്കിൽ കൈവിടാമായിരുന്നു. ഇസ്രായേലിൻ്റെ പേരിലുള്ള ബന്ധത്തിൻ്റെ പേരിൽ വേണമെങ്കിൽ കൈവിടാമായിരുന്നു. എന്നാൽ ഇന്ത്യ സ്വീകരിച്ചത് ഏറ്റവും മനുഷ്യത്വപരമായിട്ടുള്ള സമീപനമാണ്, നിലപാടാണ് എന്ന് ഇറാൻ ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്. ഇതാണ് ഇന്ത്യയുടെ നിലപാട്. എസ് ജയശങ്കർ പറയുന്നു, രണ്ട് പ്രത്യേക സാഹചര്യങ്ങളാണ്. ഒരിക്കലും അമേരിക്കയ്ക്കെതിരെ യുദ്ധം ചെയ്യാമെന്ന യുദ്ധപ്പടക്കപ്പലായിരുന്നില്ല ഐറിസ് ഡേന എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ യുദ്ധത്തിന്റെ ഭാഗമായി കണക്കാക്കാൻ ഇന്ത്യക്ക് കഴിയില്ല. ആ പടക്കപ്പൽ ഇന്ത്യൻ തീരത്തെത്തിയത് മറ്റു ചില ഉദ്യമങ്ങളുമായിട്ടാണ്. ആ പടക്കപ്പലിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട് എന്ന് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി തന്നെ വ്യക്തമാക്കി. ഇന്ത്യൻ ഭരണകൂടം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ച നിലപാടതാണ്. ഓർക്കണം, ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമാണ് ഇസ്രായേൽ. ഇന്ത്യയുമായി നല്ല ബന്ധമുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് 2 ദിവസം ജെറുസലേമിൽ, ടെൽ അവീവിലൊക്കെ ഊഷ്മളമായിട്ടുള്ള സ്വീകരണമാണ് ലഭിച്ചത്. അപ്പോൾ എത്രമാത്രം ഇസ്രായേൽ എന്ന രാജ്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് വില നൽകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ ഉണ്ടായിരുന്ന സമയം യുദ്ധം ആരംഭിക്കുന്നതിന് മാറ്റിവെച്ചു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ടെൽ അവീവിൽ നിന്ന് വിമാനം കയറിയതിനു ശേഷമാണ് ഇറാനെതിരെയുള്ള യുദ്ധം ഇസ്രായേൽ ആരംഭിക്കുന്നത്. അതുവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുകയാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ ഒരു നേതാവ്, ആ നേതാവിൻ്റെ രാജ്യത്തോട് ഇന്ത്യക്ക് ഏറ്റവും വലിയ കൂറുണ്ട്. എന്നാൽ യുദ്ധനീതി മറ്റൊന്ന്, ഇന്ത്യയുടെ മനുഷ്യത്വപരമായ ഇടപെടൽ മറ്റൊന്ന്. ഇന്ത്യയുടെ സഹായം ചോദിച്ച് ഒരു രാജ്യമെത്തുന്നു, അത് ഇസ്രായേലിന്റെ ശത്രു രാജ്യമാണ് എന്നല്ല ഇന്ത്യ കണക്കാക്കുന്നത്. ഇന്ത്യയുടെ സഹായം ചോദിച്ചെങ്കിൽ ഇന്ത്യക്ക് കഴിയുന്ന സഹായം ഇന്ത്യ ചെയ്തു നൽകും. ഇത് ലോകത്തിന് മുന്നിൽ വലിയ മാതൃകയായി മാറുകയാണ് ഇന്ത്യയുടെ ഈ നിലപാട്. അറബ് രാജ്യങ്ങൾക്കിടയിൽ, ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ, പാശ്ചാത്യ രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യ എടുത്ത ഈ നിലപാട് ഏറ്റവും വലിയ ശ്ലാഘനീയമായ നിലപാടാണ് എന്ന് ഏവരും ഒരേ സ്വരത്തിൽ പറയുന്നു. മറ്റൊരു രാജ്യവും ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കാൻ ചങ്കുറപ്പ് കാണിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അയ്യോ, അമേരിക്കയെ എന്തിന് വെറുപ്പിക്കണം? അയ്യോ, ഇസ്രായേലിനെ എന്തിന് വെറുപ്പിക്കണം?
എന്ന ചിന്താഗതിയായിരിക്കാം മറ്റു രാജ്യങ്ങൾക്കുള്ളത്. എന്നാൽ ഇന്ത്യക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഇറാന്റെ ആ പടക്കപ്പൽ അത് കൊച്ചി നേവൽ ബേസിലേക്ക് നിങ്ങൾ കൊണ്ടുവരൂ, ഇവിടെ നിങ്ങൾ സുരക്ഷിതരാണ്. അമേരിക്കയുടെയോ ഇസ്രായേലിന്റെയോ ഒരു മിസൈൽ പോലും ഇന്ത്യൻ തീരത്തേക്ക് വരില്ല എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ചങ്കിൽ കൈവച്ച് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ സംഭവിക്കുകയും ചെയ്തു. അതിനുള്ള നന്ദിയാണ് ഇറാൻ നാവികസേനാംഗങ്ങളുടെ ജീവൻ രക്ഷിച്ചതിനുള്ള നന്ദിയാണ് ഇറാൻ ഇപ്പോൾ ഇന്ത്യയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യുദ്ധം നടക്കട്ടെ, അത് ഇരു രാജ്യങ്ങളും തമ്മിൽ, അല്ലെങ്കിൽ ഇറാനിലേക്ക് അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന ആക്രമണമാണ്. അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. ഒരു പക്ഷവും ഇന്ത്യ പിടിക്കുന്നില്ല. അമേരിക്കയുടെ പക്ഷമോ ഇസ്രായേലിന്റെ പക്ഷമോ ഇറാന്റെ പക്ഷമോ ഇന്ത്യ പിടിക്കുന്നില്ല. ഇന്ത്യ നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കുന്നു. സാധാരണ മനുഷ്യരെ കൊന്നൊടുക്കുന്നത് ഒഴിവാക്കുക. നിങ്ങൾ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയാൽ ഞങ്ങൾക്കൊന്നുമില്ല, അത് സൈനികപരമായ ആക്രമണ പ്രത്യാക്രമണങ്ങളാണ് എന്ന് ഇന്ത്യ വ്യക്തമായി. പക്ഷേ ഇന്ത്യയുടെ സഹായം തേടിയ ഒരു പടക്കപ്പലിന് ഇന്ത്യ തീരത്തേക്ക് സുരക്ഷിതമായ അവസരമൊരുക്കി, അവിടെ ആ തീരത്ത് നങ്കൂരമിടാനുള്ള അവസരം കൊടുത്തു. ആ പടക്കപ്പലിനെ സുരക്ഷിതമായി തന്നെ ഇപ്പോൾ ഇന്ത്യ കാത്തു സൂക്ഷിക്കുന്നു. അതിനുള്ള നന്ദിയാണിപ്പോൾ ഇറാൻ ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. ഹൃദയത്തിൽ തൊട്ടുള്ള നന്ദി അറിയിച്ചിരിക്കുന്നു ഇറാൻ ഭരണകൂടം. ഞങ്ങളെ സഹായിച്ചതിന് നന്ദി, മനുഷ്യത്വപരമായ നിലപാട് സ്വീകരിച്ചതിന് നന്ദി. എല്ലാ കാലവും ഇന്ത്യ ഞങ്ങളുടെ ഏറ്റവും ഊഷ്മളമായ, ഏറ്റവും അടുത്ത സുഹൃത്ത് രാജ്യമായിരിക്കുമെന്ന് ഇറാൻ ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്.